ബിഗ് ബോസ് മലയാളം സീസൺ 7മായി ബന്ധപ്പെട്ട വോട്ടിംഗ് അപ്ഡേറ്റുകൾ പറയുകയാണ്. ഇന്ന് വോട്ടിംഗ് അവസാനിക്കുന്ന ദിവസമാണ്. സ്വാഭാവികമായിട്ടും ആരാണ് വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നതെന്നും ആരാണ് നാളെ പുറത്താവാൻ സാധ്യത കൂടുതലെന്നും നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുകയാണ്. ഏകദേശം ബിഗ് ബോസ് വീട്ടിലെ ഓൾമോസ്റ്റ് 11 പേരടങ്ങിയ ഒരു വലിയൊരു എവിക്ഷൻ ലിസ്റ്റായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്കിടയിൽ ശക്തമായൊരു വോട്ടിംഗ് നടന്നു എന്നതിന് തെളിവാണ്. ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് നമ്മുടെ അനീഷാണ്. അനീഷിന് കിട്ടിയിരിക്കുന്നത് 87,000 വോട്ടുകളാണ്. നല്ല രീതിയിലുള്ള വോട്ടിംഗ് സ്കോർ നമ്മൾ അനീഷ് നേടുന്നുണ്ട്. കാര്യം അനീഷിൻ്റെ പെർഫോമൻസ്, കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്നതിന് തെളിവാണ് അനീഷ് ഓരോ ദിവസം കഴിയുന്തോറും വോട്ടിൽ വർധന വരുത്തിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള ഷാനവാസിന് 76,860 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ഷാനവാസ് ആദ്യ നാളുകളിൽ അനീഷിനേക്കാളും മുന്നിലായിരുന്നെങ്കിൽ പോലും ഈ ആഴ്ച 2-3 ദിവസം കഴിഞ്ഞ ശേഷം അല്പം ഡൗൺ ആവുകയും സ്വാഭാവികമായിട്ടും വോട്ട് കുറഞ്ഞ് 76,860 വോട്ട് എന്ന നിലയിലേക്ക് നമ്മുടെ ഷാനവാസ് എത്തി രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു. മൂന്നാം സ്ഥാനത്തുള്ള അക്ബറിന് കിട്ടിയിരിക്കുന്നത് 70,000 വോട്ടാണ്. അക്ബർ സൈലൻറ്റ് ഗെയിമറാണ്. അതായത് ഈ ആഴ്ച വലുതായിട്ട് ആക്റ്റീവായിട്ട് ഒന്നും പ്രശ്നത്തിനൊന്നും ഇടപെട്ടില്ലെങ്കിൽ പോലും അക്ബറിൻ്റെ ഒരു പ്രസൻസ് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും അറിയാനുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ വോട്ട് അക്ബർ നന്നായിട്ട് കിട്ടി എന്നതിന് തെളിവാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് തുടരുന്നത്. നാലാം സ്ഥാനത്തുള്ള ലക്ഷ്മി 67,800 വോട്ടുകളാണ്. കഴിഞ്ഞ ആഴ്ച റിയാസ് വന്ന് പോയതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റിലാണ് തോന്നുന്നു ലക്ഷ്മി ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. കാര്യം ഈ ആഴ്ച ലക്ഷ്മിക്ക് കാര്യമായിട്ട് വലിയ കണ്ടൻറ്റൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു പെർഫോമൻസിൻ്റെ ബലത്തിലാണ് ഇപ്പോഴും 67,800 വോട്ടുകൾ നേടി ലക്ഷ്മി നാലാം സ്ഥാനത്ത് തുടരുന്നത്. അഞ്ചാം സ്ഥാനത്തുള്ള ജിസേലിന് 62,000 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ജിസേൽ ഈ പറയുന്നത് പോലെ ആരിനും ജിസേലും തമ്മിലുള്ള കോംബോ ചില പ്രേക്ഷകർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോലും ആരിനും നെഗറ്റീവും ജിസേലിനത് പോസിറ്റീവുമാണ്. അതുകൊണ്ടാണ് ജിസേലിന് ഇപ്പോൾ 62,000 വോട്ടുകൾ നേടി ലക്ഷ്മിക്ക് താഴെ അഞ്ചാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത്. ആറാം സ്ഥാനത്തുള്ള അഭിലാഷിന് കിട്ടിയിരിക്കുന്നത് 54,000 വോട്ടുകളാണ്. അഭിലാഷ് ഈ പറയുന്നത് പോലെ തുടക്കം ആഴ്ചകളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ അഭിലാഷിന് എന്തോ സംഭവിച്ചു, വോട്ട് വളരെ രീതിയിൽ കുറയുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി കയറി വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതിനുശേഷം താഴെയുള്ളത് ബിന്നിയാണ്. ബിന്നിക്ക് 52,300 വോട്ടുകളാണ്. ഒരു പക്ഷേ പല തവണയും പുറത്താകുന്നതിൻ്റെ വക്കിലെത്തിയിട്ട് സേവായ ആളാണ് ബിന്നി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആഴ്ച പുറത്താകേണ്ട ബിന്നി കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് കൊണ്ട് 52,300 വോട്ടുകൾ നേടി സേഫായിരിക്കുകയാണ്. തൊട്ട് താഴെ വരുന്ന ജിഷിന് കിട്ടിയിരിക്കുന്നത് 49,000 വോട്ടാണ്. ജിഷിനും ഈ പറയുന്നത് പോലെ ആദ്യത്തെ ആഴ്ചയിൽ നോമിനേഷൻ ഫേസ് ചെയ്യുന്നത് ജിഷിന് സ്റ്റാർ മാജിക്കിലെയും സീരിയലിലെയും കുറച്ച് ഫാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ജിഷിന് അത്യാവശ്യം വോട്ട് കിട്ടി സേഫ് ആവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് സൂചിപ്പിക്കുന്നത്. ജിഷിന് താഴെ വരുന്നത് നമ്മുടെ ആര്യനാണ്. ആര്യന് 43,400 വോട്ടുകളാണ് ഉള്ളത്. ആര്യൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ജിസിലിൻ്റെ കൂടിയാണ് ആര്യൻ്റെ ആ ഒരു സ്ട്രോങ്നെസ് കുറഞ്ഞത് എന്നൊരു ആരോപണം പുറത്തുണ്ടായിരുന്നു. ഇപ്പോൾ 43,400 വോട്ടുകളോട് കൂടി നമ്മുടെ ആര്യൻ 9ാം സ്ഥാനത്തുണ്ട്. 10ാം സ്ഥാനത്തുള്ള ആകാശ് സാബുമാന് കിട്ടിയിരിക്കുന്ന 40,000 വോട്ടുകളാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ കളിച്ചും ചിരിച്ചു അവിടെ ഇവിടെയൊക്കെ തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ മറ്റുള്ള ആരെങ്കിലും പുറത്താക്കാൻ വേണ്ടി ഈ പറയുന്ന സാബുമാനെ വോട്ട് ചെയ്യുന്ന ആർമിക്കാരുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണമാണ് നമ്മുടെ ആകാശ് സാബുമാൻ. 40,000 വോട്ടുകളോട് കൂടി 10ാം സ്ഥാനത്താണ്. ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് ആദിലയാണ്. ആദിലെ കിട്ടിയിരിക്കുന്നത് വെറും 38,900 വോട്ടുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇന്നിപ്പോൾ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഏറ്റവും പിന്നിലാവാനുള്ള പോസിബിലിറ്റി ആദിലയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ബിഗ് ബോസിൻ്റെ പ്രധാന വാതിൽ വഴി പുറത്തേക്ക് എത്തുന്ന ആളും ആദില തന്നെയായിരിക്കും. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ